ശബരിമലയ്ക്ക് പോകാൻ പകരം ഡീൽ ഡീൽ എന്ന് പറഞ്ഞാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രചാരണം കൊണ്ടാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത്, വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഹിന്ദി പ്രയോഗമാണ്. മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത്. മസ്ബൂത്ത് എന്ന് പറഞ്ഞ ശക്തി, എൻ്റെ ബൂത്ത് അതെല്ലാവർക്കും അറിയാം. മേരാ ബൂത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബൂത്ത്. സബ്സെ മസ്ബൂത്ത്, മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ളത്. എൻ്റെ ബൂത്ത് ഏറ്റവും ശക്തിയുള്ളത്. ഏറ്റവും ശക്തിയുള്ളതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ളത് എന്നുള്ളതാണ്. ഓരോ ബൂത്തും ബി ജെ പിക്ക് ഏറ്റവും ശക്തം ആയിട്ടുള്ളത്. ഈ പേരിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുമായി നടത്തിയ വീഡിയോ ബ്രിഡ്ജിലാണ്. അത് ഈ വീഡിയോ ബ്രിഡ്ജിനിട്ട പേരാണ് മേരാ ബൂത്ത് മേരാ മസ്ബൂത്ത്. അപ്പോൾ ഈ കേരളത്തിലെ സാധാരണ ഡീല് എന്നുള്ള ഒരു അജണ്ടയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ അജണ്ടയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് FCRAയുടെ കാര്യം വന്നു. അത് വലിയൊരു തരംഗം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ തന്ത്രപൂർവ്വം ആ ബൂത്ത്, ആ ഒരു ബില്ല് മാറ്റിവെച്ചുകൊണ്ട് അത് പാടെ ഈ തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുമ്പില്ല എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ട് അത് ചർച്ച ചെയ്ത് അത് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ പ്രധാന പ്രേരക ശക്തി നമ്മുടെ നേമത്ത് നിന്ന് MLA ആവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ബില്ല് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനിടയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വീഡിയോ ബ്രിഡ്ജ് പരിപാടിയിൽ കേരളത്തിലെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാം ദിവസം അദ്ദേഹം തിരുവല്ലയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ശ്രീലേഖ മുൻ IPSകാരി മത്സരിക്കുന്ന വട്ടിയൂർക്കാവിൽ, അതുപോലെ തന്നെ ഏതാണ്ട് വിജയം ഉറപ്പായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം വരുന്നുണ്ട്. തിരുവല്ലയിൽ നടക്കുന്ന ആ ഒരു റോഡ് ഷോയും അതുപോലെ തന്നെ യോഗവും ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും എന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ ചെങ്ങന്നൂർ മണ്ഡലം, അതുപോലെ പാല, കോട്ടയം തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുള്ള ഒന്നായിരിക്കും എന്നുള്ളതാണ്. അത് ഇത്രയും മണ്ഡലങ്ങൾ, ആ ഭാഗത്തു നിന്നുള്ള BJP സ്ഥാനാർത്ഥികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ് തിരുവല്ലയിൽ വെച്ച് നടക്കുന്നത്. അവിടെ അനൂപ് ആൻ്റണിയാണ് അവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അദ്ദേഹം വലിയൊരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ക്രിസ്ത്യൻ ബെൽറ്റിൽ വലിയ ആ മാർത്തോമ സഭയുടെ കേന്ദ്രമായിട്ടുള്ള തിരുവല്ലയിൽ വലിയൊരു അത്ഭുതകരമായിട്ടുള്ള ഫലം സൃഷ്ടിക്കുന്ന ഒന്നാണ്. നരേന്ദ്രമോദിയുടെ വരവോട് അത് കൂടുതൽ ശക്തമായി തീരും. അതിനു മുമ്പുള്ള വീഡിയോ ബ്രിഡ്ജിലാണ് ഈ നരേന്ദ്രമോദി വളരെ പ്രസ്താവ്യമായിട്ടുള്ളൊരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ശബരിമല കൊള്ള അത് മറക്കരുത് എന്നുള്ളതാണ്. കാരണം അത് നടന്നിട്ടും അതിലെ പ്രതികളെല്ലാം നമ്മുടെ കേരള പോലീസിൻ്റെ പിടിപ്പുകേടുകൊണ്ട്, SITയുടെ പിടിപ്പുകേടുകൊണ്ട്, കോടതിയെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ട്, ഡിവിഷൻ ബെഞ്ച് കൊടുത്ത അനുമതി കൊണ്ട് എല്ലാം ജാമ്യം കിട്ടി ഓരോരുത്തരായിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് ആ കേസിപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒരു വാർത്ത പോലും ശ്രദ്ധയിൽ വരാത്ത വിധം അത് മൂടി പുതച്ച് കിടക്കുകയാണ് ശബരിമലയിലെ കൊള്ള വിഷയം. ഒരു പക്ഷേ ദേശീയ പ്രധാനമായിട്ടുള്ളൊരു വിഷയം. ആ വിഷയം ഏതാണ്ട് മറന്ന മട്ടാണ്. ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അജണ്ട വന്നിട്ട് അതിനെ അങ്ങ് മൂടാനുള്ള ശ്രമം അതാണ് നടന്നത്. അപ്പോൾ അതാണ് നരേന്ദ്രമോദി തക്ക സമയത്ത് തക്ക അജണ്ട പുതുതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ശബരിമല കൊള്ള വിഷയം മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നെടുമങ്ങാട് സന്ദർശിച്ച രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യം, ഉത്തരവാദിത്തത്തോടെ പറഞ്ഞ ഒരു കാര്യം, BJP വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CBI അന്വേഷണം നടത്തും. BJPയുടെ പ്രകടന പത്രികയിലും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. CBI അന്വേഷണം നടത്തും ഈ കൊള്ളയെക്കുറിച്ചുള്ളത്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വാധീനമില്ലാത്ത വിധം നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിക്കും. അപ്പോൾ ഇവിടെ നടന്ന കൊള്ളയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരും. കള്ളന്മാരെല്ലാം ജയിലിലേക്ക് തന്നെ പോവും. ജാമ്യം കിട്ടാത്ത ശിക്ഷ അവർക്ക് നൽകാൻ പര്യാപ്തമായിട്ടുള്ള തരത്തിൽ ഉള്ള CBIയുടെ അന്വേഷണം നടക്കും. അതിൽ കേസിൻ്റെ കാര്യത്തിൽ ഒരു റിവ്യൂ നടക്കപ്പെടും എന്നുള്ളതാണ് വരുന്നത്. അതിൽ
CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പങ്കുണ്ടാക്കൽ. VN വാസവനും അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കഴക്കൂട്ടത്ത്. അദ്ദേഹത്തിനും തീർച്ചയായിട്ടും ഇതിൻ്റെ ചോദ്യം ചെയ്യലും അതുപോലെ പ്രതിയാണെങ്കിൽ ജയിൽവാസവും അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് VN വാസവനും പ്രശാന്തിനും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് CBI പോകും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നരേന്ദ്രമോദി പറഞ്ഞ മറ്റൊരു കാര്യം, ഏപ്രിൽ 9 മുമ്പായി നിങ്ങളുടെ ബൂത്തിലെ ഓരോ കുടുംബത്തെയും കുറഞ്ഞത് 3 തവണയെങ്കിലും സന്ദർശിക്കണം. അതാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ഊട്ടി ഉറപ്പിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് BJPയുടെ പ്രവർത്തകർക്ക് അദ്ദേഹം തന്നത്. ഓരോ വോട്ടറോടും നേരിട്ട് സംസാരിക്കണമെന്നുള്ളതാണ്. അല്ല നോട്ടീസ് കൊടുത്തും മൈക്ക് കൊടുത്ത് വെറുതെ ഹൈ ഡെസിബൽ ശബ്ദം ഉണ്ടാക്കി ആളുകളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലല്ല, നേരിട്ട് ആളുകളുമായിട്ട് സംവദിക്കണം എന്നുള്ളതാണ്, കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വികസന പദ്ധതികളായിട്ടുള്ള സൗജന്യ റേഷൻ, വീട് നിർമ്മാണം, കുടിവെള്ളം തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. കേന്ദ്രമാണ് ഇത്രയും നാൾ നടക്കാത്ത ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടപ്പാക്കിയത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ നമ്മുടെ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ മുന്നണിയോ അല്ല ഇത് നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയണം. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണ്, ക്ഷേമ പദ്ധതികളാണ്. ആ ബോധ്യം വരുത്തണം. ആ കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. LDF UDF മുന്നണികൾ കേന്ദ്ര പദ്ധതികളെല്ലാം തടസ്സപ്പെടുത്തുകയാണെന്നുള്ള കാര്യം കൂടെ പറയണം. അപ്പോഴാണ് ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ ഒരു ആവശ്യം വരുന്നത്. കേന്ദ്രം അതുപോലെ തന്നെ കേരളം ഒരേ ഗവൺമെൻറ് തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ സ്മൂത്തായ ഒരു കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ കൂടുതൽ ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിനും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവർ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സിന് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 75 വർഷത്തെ ഭരണം നൽകിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് കേരളത്തിലും CPM ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി വലുതായിട്ടൊന്നും മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ദാരിദ്ര്യമുണ്ട്, അത് സമ്മതിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. തൊഴിലില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് വമ്പിച്ച പാളിച്ചകളുണ്ട്. ചികിത്സ തേടി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോകുന്നത് അമേരിക്കയിലേക്കാണ്. ആ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ശരിയായിട്ടൊരു പുരോഗതി വേണമെങ്കിൽ വേണ്ടത് കേരളത്തിൽ ഒരു ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ്. അത് കൊടുക്കാൻ വേണ്ടി ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്രം. അതിന് തടസ്സമായിട്ട് പക്ഷേ നിൽക്കുന്നത് കേരളത്തിൽ അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്ത് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ആ കാര്യങ്ങളാണ് ഡീൽ എന്നുള്ളതിന് ഉത്തരം പറയാതെ ക്ഷേമപ്രവർത്തനങ്ങളിൽ കേന്ദ്രം ഇവിടെ നിൽക്കുന്നു, കേരളം ഇവിടെ നിൽക്കുന്നു, പഴയ 75 വർഷം ഇന്ത്യയെ ഭരിച്ചു മുടിച്ച കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് ശരിയായ വിധം ജനങ്ങളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു വോട്ട് ഷെയർ BJPക്ക് കിട്ടൂ എന്നുള്ളതാണ് അദ്ദേഹം ഈ വീഡിയോ ബ്രിഡ്ജ് പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും മുഖ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയുടെ വിഷയം അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കഴിവുള്ള പ്രധാനമന്ത്രി മാത്രമല്ല, ഏറ്റവും തന്ത്രശാലിയായിട്ട് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന ആളുമാണ്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ശരിക്കും പഠിച്ചിട്ടാണ് അദ്ദേഹം പ്രയോറൈറ്റൈസ് ചെയ്തിരിക്കുന്നത് ശബരിമലയെ. വീണ്ടും ഒരുപക്ഷെ BJPക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര തരത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഭൂരിപക്ഷം ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം അത് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നതാണ്. ശബരിമല തന്നെയാണ്. അത് മറക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണത്. അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഉന്നയിക്കപ്പെടണം എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ NSS കോളേജ് ഗ്രൗണ്ടിലായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഈ മറ്റന്നാൾ വരുമ്പോൾ അദ്ദേഹം ഒരു ആവേശ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു ആവേശ കടൽ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, ആലുവ, പാല, കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അദ്ദേഹം പാലക്കാടാണ് വന്നിരുന്നത്, ആവേശം തൃശ്ശൂരും. അങ്ങനെ വടക്കൻ കേരളത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച തരംഗം അവിടെ നിൽക്കെ ആ തരംഗം ഇപ്പോൾ തെക്കോട്ട് മാറുകയാണ്. അത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റായിട്ട്, ഒരു വലിയ പ്രചണ്ഡവാദമായിട്ട് തന്നെ ഉള്ള ഒരു പ്രചാരണമായിട്ട് തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടുകൂടി കേരളത്തിൽ BJPക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ മാക്സിമം എന്തായാലും സീറ്റുകൾ കുറേ കിട്ടുമെന്നുള്ള ഉറപ്പായിട്ടുണ്ട്. സർവേകളിലും അത് സമ്മതിക്കപ്പെടുന്നുണ്ട്. അതും തോൽപ്പിക്കുന്നത് വലിയ വലിയ കൊമ്പന്മാരായിട്ടുള്ള CPMകാരെയോ കോൺഗ്രസ്സുകാരെയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വിസ്മയങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.